وَإِذْ نَجَّيْنَاكُمْ مِنْ آلِ فِرْعَوْنَ يَسُومُونَكُمْ سُوءَ الْعَذَابِ يُذَبِّحُونَ أَبْنَاءَكُمْ وَيَسْتَحْيُونَ نِسَاءَكُمْ وَفِي ذَلِكُمْ بَلَاءٌ مِّن رَّبِّكُمْ عَظِيمٌ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ബഖറയുടെ 49-ാമത്തെ ആയത്താണ് നമ്മൾ ചർച്ച ചെയ്തത്. അവിടെ നമ്മൾ ആയത്തിന്റെ അർത്ഥവും അതുപോലെ ഫറോവ എന്ന വാക്കിന്റെ അർത്ഥവുമാണ് പ്രധാനമായി നമ്മൾ ചർച്ച ചെയ്തത്. ഇനി ഈ ആയത്തിന്റെ തഫ്സീറിലേക്ക് കടന്നാൽ, ഇനി തുടർന്നുള്ള വചനങ്ങളിൽ ഇസ്രായേലിയരുടെ ചരിത്രത്തിൽ കഴിഞ്ഞുപോയ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പരാമർശിക്കുന്നത്. ഒരു മുഖവരയുടെ ആവശ്യമില്ലാത്ത വിധം ഇവിടെ നേർക്കുനേരെ തന്നെ ഇത്തരം ചരിത്രം ജൂതന്മാരോട് പറയാൻ കാരണം, ഈ ചരിത്രങ്ങളെപ്പറ്റി വേദക്കാർക്ക് അവരുടെ കൈവശമുള്ള ഗ്രന്ഥം വഴി നന്നായി അറിയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ആ ചരിത്രങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അധിക വിശദീകരണങ്ങളൊന്നും കൂടാതെ എണ്ണി പറയുകയാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിരിക്കുന്നത്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേൽ സന്തതികളോട് പറയുകയാണ്, വഇദ് നജ്ജൈനാകും മിൻ ആലി ഫിർഔന യസൂമൂനകും സൂഅൽ അദാബ്. നിങ്ങൾക്ക് കടുത്ത ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കെ ഫിർഔന്റെ കൂട്ടരിൽ നിന്ന് നിങ്ങളെ നാം രക്ഷപ്പെടുത്തിയ സന്ദർഭം ഓർമ്മിക്കണമെന്നാണ്. താനൊരു ദൈവമാണ് എന്ന് വാദിച്ചിരുന്ന മഹാതെമ്മാടിയും അഹങ്കാരിയുമായിരുന്ന ഫിർഔന്റെ കിരാത ഭരണത്തിൽ നിന്നും ഇസ്രായേൽ സന്തതികളെ രക്ഷപ്പെടുത്തിയത് അള്ളാഹുവാണ്. അവരിലേക്ക് മൂസാ നബി അലൈഹി ഇസ്ലാമിയെ ഒരു പ്രവാചകനായി നിയോഗിക്കുകയും തുടർന്ന് ആ പ്രവാചകനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേൽ സന്തതികളെ ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. ഇത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു സഹായമായി ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുകയാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ റഹിമഹുള്ള എഴുതുകയാണ്, അള്ളാഹുവിൽ നിന്നുള്ള ഈ സഹായം ഇസ്രായേൽ സന്തതികൾക്ക് വരുന്നതിന് മുമ്പ് ദുഷ്ടനായ ഫിർഔൻ ഒരു സ്വപ്നം കാണുകയാണ്. ജെറുസലമിലുള്ള ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് ഒരു തീ പ്രത്യക്ഷപ്പെട്ട് ആ തീ ഈജിപ്തിലുള്ള കിബ്തികളുടെ ഓരോ വീട്ടിലേക്കും പ്രവേശിച്ചു എന്നാണ് ഫിർഔൻ കണ്ട സ്വപ്നം. തന്റെ രാജാധിപത്യം അത് ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട ഒരു വ്യക്തിയിലൂടെ അവസാനിക്കുമെന്ന് താൻ കണ്ട സ്വപ്നത്തിന്റെ പൊരുളായി ഫിർഔൻ മനസ്സിലാക്കുകയാണ്. മാത്രമല്ല, ഫിർഔനിന്റെ ചില അനുചരന്മാർ അവർ ഫിർഔനിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഈജിപ്തിലുള്ള ഇസ്രായേൽ സന്തതികൾ അവർ തങ്ങളെ രക്ഷപ്പെടുത്തുവാൻ ഒരാൾ അവരിൽ നിന്ന് തന്നെ പ്രത്യക്ഷപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഈജിപ്തിലുള്ള ഇസ്രായേൽ സന്തതികളെന്ന് ഫിർഔനിന്റെ ചില അനുചരന്മാർ പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ഫിർഔൻ ഈ സ്വപ്നം കണ്ടതിന് ശേഷം ഇസ്രായേലിൽ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ ഉടനെ കൊലപ്പെടുത്തുവാനും പെൺകുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കുവാനും ഫിർഔനിന്റെ കൽപ്പന വന്നത്. ഫിർഔനിന്റെ ഈ കൽപ്പന നിറവേറ്റാൻ അതിനായി പ്രത്യേകം ചില ഉദ്യോഗസ്ഥരെ തന്നെ ഫിർഔൻ നിശ്ചയിച്ചിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട എത്രയോ കുഞ്ഞുങ്ങൾ അങ്ങനെ മൃഗീയമായി അറുകൊല ചെയ്യപ്പെട്ടു. ഇക്കാലത്താണ് മൂസാ നബി അലൈഹി ഇസ്ലാം ജനിക്കുന്നത്. മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ മാതാവ് അദ്ദേഹത്തെ പ്രസവിച്ച ഉടനെ തന്നെ ആ കുഞ്ഞിനെ ഒരു പെട്ടിയിലാക്കി ഈജിപ്തിലെ നൈൽ നദിയിലൂടെ ഒഴുക്കുകയാണ്. അങ്ങനെ കിബ്തികളുടെ നാശത്തിന് കാരണക്കാരനാകാൻ പോകുന്ന ആ കുഞ്ഞ് ഫിർഔന്റെ കൊട്ടാരവാതിൽ കൂടി ഒഴുകിപ്പോവുകയും നദിയുടെ കരക്കണഞ്ഞപ്പോൾ കൊട്ടാരവാസികൾ ആ കുഞ്ഞിനെ കണ്ടെടുക്കുകയും പിന്നീട് അദ്ദേഹം ആ കൊട്ടാരത്തിലെ ഒരു കുഞ്ഞായി വളർത്തപ്പെടുകയുമാണ് ചെയ്തത്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേൽ സന്തതികൾക്ക് ചെയ്ത വലിയ അനുഗ്രഹങ്ങളാണ്. അതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യസൂമൂനകും സൂഅൽ അദാബി യുദബ്ബിഹൂന അബ്നാഅകും വയസ്തഹ്യൂന നിസാഅകും. നിങ്ങളുടെ ആൺമക്കളെ അറുകൊല ചെയ്തുകൊണ്ടും നിങ്ങളുടെ സ്ത്രീജനങ്ങളെ ജീവിക്കാൻ വിട്ടുകൊണ്ടും നിങ്ങൾക്ക് കടുത്ത ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരുന്നത് എന്ന്. ഈ വിഷയം സൂറത്തുൽ ഇബ്രാഹിമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വലഖദ് അർസൽനാ മൂസാ ബിആയാതിനാ അൻ അഖ്രിജ് ഖൗമക മിൻ ദുൽമാത്.
അഖ്രിജ് ഖൗമക മിനൽ ളുലുമാതി ഇലൻ നൂരി വദക്കിർഹും ബിഅയ്യാമില്ലാഹ്, നിന്റെ ജനതയെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരികയും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ നാളുകളെ പറ്റി അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുക എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് മൂസയെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി നാം അയക്കുകയുണ്ടായി. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലികുല്ലി സബ്ബാരിൻ ശകൂർ, തികഞ്ഞ ക്ഷമാശീലമുള്ളവരും ഏറെ നന്ദിയുള്ളവരുമായ എല്ലാവർക്കും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് തീർച്ച. വഇദ് ഖാല മൂസാ ലിഖൗമിഹി, മൂസ തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം, ഇദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും ഇദ് അൻജാകും മിൻ ആലി ഫിർഔന യസൂമൂനകും സുവൽ അദാബി വയുദബ്ബിഹൂന അബ്നാഅകും വയസ്തഹ്യൂന നിസാഅകും, നിങ്ങൾക്ക് കടുത്ത ശിക്ഷ ആസ്വദിപ്പിക്കുകയും നിങ്ങളുടെ ആൺമക്കളെ അറുകൊല നടത്തുകയും നിങ്ങളുടെ പെണ്ണുങ്ങളെ ജീവിക്കാൻ വിടുകയും ചെയ്തുകൊണ്ടിരുന്ന ഫിർഔനിന്റെ കൂട്ടരിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തിയ സന്ദർഭത്തിൽ അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹം നിങ്ങൾ ഓർമ്മിക്കുക. വഫീ ദാലികും ബലാഉം മിർ റബ്ബികും അലീം, അതിൽ നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള വമ്പിച്ച പരീക്ഷണമുണ്ട്. വഇദ് തഅദ്ദന റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ് പ്രഖ്യാപിച്ച സന്ദർഭം, ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി കാണിച്ചാൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹം വർദ്ധിപ്പിച്ചു തരുന്നതാണ്. വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്, എന്നാൽ നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണ് എങ്കിൽ തീർച്ചയായും എന്റെ ശിക്ഷ കഠിനമായിരിക്കുമെന്ന് സൂറത്ത് ഇബ്രാഹിമിലെ 5 മുതൽ 7 വരെയുള്ള ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സഹോദരങ്ങളെ, ഇസ്രായേൽ സന്തതികൾക്ക് അള്ളാഹു ചെയ്ത വലിയ അനുഗ്രഹമാണ് ഒരു പ്രവാചകനെ അവരിലേക്ക് അയച്ച് കൊടും ക്രൂരനായ ദൈവമാണ് എന്ന് സ്വയം അവകാശപ്പെട്ട ഒരു അക്രമിയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷപ്പെടുത്തിയത്. അത് വലിയ ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെക്കുറിച്ച് ഓർക്കുവാനും അതിന് നന്ദി ചെയ്യാനുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് ആവശ്യപ്പെടുന്നത്. ഇസ്രായേൽ സന്തതികൾ അവർ നന്ദി ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന വിഷയം അത് അവർക്ക് ഒരു വലിയ പരീക്ഷണമാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഫീ ദാലികും ബലാഉം മിർ റബ്ബികും അലീം, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഒരു വമ്പിച്ച പരീക്ഷണമാണ് അതിലുണ്ടായിരുന്നത് എന്ന്. ഇവിടെ ബലാഉൻ എന്നാൽ പരീക്ഷണം എന്നാണ് അർത്ഥം. നന്മ മുഖേനയുള്ള പരീക്ഷണത്തിനും തിന്മ മുഖേനയുള്ള പരീക്ഷണത്തിനും ഈ പദം ഉപയോഗിക്കപ്പെടാറുണ്ട് എന്ന് പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുകയാണ്. അതിന് തെളിവായിക്കൊണ്ട് അവർ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അംബിയായിലെ 35-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞത്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ഓരോ വ്യക്തിയും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. വനബുലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ, ഒരു പരീക്ഷണം എന്ന നിലയിൽ തിന്മ നൽകിക്കൊണ്ടും നന്മ നൽകിക്കൊണ്ടും നിങ്ങളെ നാം പരിശോധിക്കുന്നതാണ്, നമ്മുടെ അടുത്തേക്ക് തന്നെ നിങ്ങളെ മടക്കപ്പെടുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇവിടെ ഈ ആയത്തിൽ തിന്മ നൽകിക്കൊണ്ട് പരീക്ഷിക്കുമെന്ന് പറഞ്ഞത് നമ്മൾ ആ അവസരത്തിൽ കാണിക്കേണ്ട ക്ഷമയാണ് എന്നും നന്മ നൽകിക്കൊണ്ടുള്ള പരീക്ഷണം എന്നത് ആ അവസരത്തിൽ പ്രകടിപ്പിക്കേണ്ട നന്ദിയുമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ കഴിയും. ഈ വിശദീകരണ പ്രകാരം ഇവിടെ നമ്മൾ ഇന്ന് പഠിക്കുന്ന ആയത്തിൽ വഫീ ദാലികും ബലാഉം മിർ റബ്ബികും അലീം, നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള ഒരു വമ്പിച്ച പരീക്ഷണമാണ് അതിലുണ്ടായിരുന്നത് എന്നതിലെ വഫീ ദാലികും ബലാഉം, അതിൽ പരീക്ഷണമുണ്ടായിരുന്നു എന്നതിന് 2 രൂപത്തിൽ പണ്ഡിതന്മാർ വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. ഒന്ന്, ഫിർഔന്റെ കൂട്ടർ നിങ്ങൾക്ക് കടുത്ത ശിക്ഷ അനുഭവിപ്പിക്കുകയും നിങ്ങളുടെ മക്കളെ അറുകൊല ചെയ്യുകയും ചെയ്തിരുന്നത് അത് നിങ്ങളുടെ ക്ഷമയും സഹനവും പരിശോധിക്കുവാനുള്ള ഒരു പരീക്ഷണമായിരുന്നു എന്നാണ് പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത്. രണ്ടാമത്തേത്, ഫിർഔന്റെ ആൾക്കാരിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തിയത് നിങ്ങളുടെ നന്ദിയും കൂറും പരിശോധിക്കുവാനുള്ള ഒരു പരീക്ഷണമായിരുന്നു എന്നാണ് സഹോദരങ്ങളെ വേറെ ഒരു അഭിപ്രായമുള്ളത്. ഈ വ്യാഖ്യാനങ്ങളിൽ അധിക മുഫസ്സിറുകളും സ്വീകരിച്ചു വന്ന അഭിപ്രായം അത് ഒന്നാമത് പറഞ്ഞ കാര്യമാണ്. അതായത് ഈജിപ്തിൽ ഫിർഔന്റെ ആളുകൾ ഇസ്രായേൽ സന്തതികൾക്ക് കടുത്ത ശിക്ഷ അനുഭവിപ്പിച്ചത് അവരുടെ മക്കളെ അറുകൊല ചെയ്തതും മറ്റും അത് അവരുടെ ക്ഷമയും സഹനവും എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കുവാനുള്ള ഒരു പരീക്ഷണമായിരുന്നു എന്നാണ്. അതിനുശേഷം ഇസ്രായേൽ സന്തതികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയ അനുഗ്രഹമായി ഒരു പ്രവാചകനെ അവരിലേക്ക് അയച്ച് ഫിർഔനിൽ നിന്ന് അല്ലാഹു അവരെ രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായത്. അത് അവർക്ക് അല്ലാഹു നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ്. ഇതാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബഖറയിലെ 49-ാമത്തെ ആയത്തിന് പണ്ഡിതന്മാർ നൽകിയ വ്യാഖ്യാനങ്ങളുടെ ഒരു രത്ന ചുരുക്കം. ഇനി നമുക്ക് ഈ ആയത്ത് തജ്വീദോടുകൂടി എങ്ങനെ പാരായണം ചെയ്യാമെന്നാണ് പഠിക്കാനുള്ളത്. അതിനായി ഷെയ്ഖ് യാസിർ ബിൻ ഹംസ ഹഫിളഹുല്ലാഹ് അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ഖുർആൻ പാരായണത്തിന്റെ ആ ക്ലിപ്പ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും അത് കേൾക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.